എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇടുന്നേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി സമയത്തിനുള്ളിൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ നാളത്തെ വിശേഷം പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി അത് കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് രേവതി വളരെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കറിയാം രേവതി എത്രമാത്രം അപമാനഭാരത്തല്ല ഇരിക്കണമെന്നുള്ള കാര്യം. തന്റെ മോൾ ഇത്രമാത്രം വേദനിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഈ സമയത്ത് സച്ചിയുടെ കാർ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ഇത് ലക്ഷ്മിയമ്മ ഉണ്ട്. മോളെ, സച്ചി വരുന്നുണ്ട്, ഒരു കാരണവശാൽ സച്ചി ഒന്നും അറിയാൻ പാടില്ല, പിന്നെ വലിയ പ്രശ്നമാകുന്നതാണ്. ഇല്ലമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് എഴുന്നേക്കോടെ. സച്ചി വന്നിട്ട് ചോദിച്ചു, ആഹാ എല്ലാരും കൂടെ എന്താ ഇവിടെ ഇരിക്കുന്നത്? പിന്നീട് രേവതിയോട് ചോദിച്ചു, അവൻ ഓടിപ്പോയോന്ന് ചോദിക്കുക. അപ്പൊ കല്യാണം മുടങ്ങിയില്ലേ, അവൻ അവന്റെ പാടിന് പോയല്ലേന്ന് ചോദിക്കാം. അവൻ പതിവ് തെറ്റിച്ചില്ല എന്ന് പറയാം. ഈ സമയം രേവതി പറഞ്ഞു, ഇല്ല സുധി ഓടിപ്പോയിട്ടില്ല എന്ന് പറയാം. സുധി ഓടിപ്പോയില്ലേ, അപ്പൊ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞില്ല, കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുവാന്ന് പറയാം. പിന്നെ നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അതെ, എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ട്, അതാന്ന് പറയാം. ആഹാ, ജോലി ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നേ, കല്യാണം കൂടാൻ വന്നല്ലേ, ബാ അങ്ങോട്ട് പോകാന്ന് പറയാം. രേവതി പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും, നീ അവിടെ വരണ്ടേ? ഒരു കാര്യം ജീവൻ തല കാണിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് പോരെ, പിന്നെ പ്രശ്നമില്ല. എനിക്കും അത് വലിയ താല്പര്യമൊന്നുമില്ല പോയി നിൽക്കാനായിട്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ചേട്ടനായി പോയില്ലേ, അതുകൊണ്ട് പോയി നിൽക്കാന്ന് മാത്രം. നീയും കൂടെ വാ, നമുക്ക് പോയിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോരാന്നറിയാം. ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ, എനിക്ക് കുറെ ജോലിയുണ്ട്. ഇന്നൊക്കെ എന്താ ഇപ്പൊ ജോലി? എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അതാണോ നിന്റെ ജോലി? തലവേദന എടുക്കുന്നതാണോ? അതെ, എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയാം. ഇത് കേട്ടപ്പം സച്ചിക്ക് മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്താ രേവതി, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പറ. രേവതി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്ത് കാര്യമാണെന്ന് നീ തുറന്നു പറ രേവതി. നിനക്ക് എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ വിഷമിക്കില്ലെന്ന് അറിയാം. പെട്ടെന്ന് ദേവു പറഞ്ഞു, അതെ ഏട്ടത്തിയ ചേച്ചിയോട് എല്ലാവരും കൂടെ അത്ര വളരെ പരുഷമായിട്ടാ സംസാരിച്ചെന്ന് പറയാം. ആര് സംസാരിച്ചാലും നീ പറയണേ? പെട്ടെന്ന് ലക്ഷ്മിയമ്മ എന്ന് വിളിച്ചു. ദേവു എന്ന് വിളിക്കുക. ദേവു പിന്നെ മിണ്ടിയില്ല. എന്താമ്മേ, എന്താ പ്രശ്നം, എന്താ? നേരെ ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല. കാര്യം പറമ്മേ, അല്ലെങ്കിൽ ഞാനിന്ന് അവിടെ ചെന്ന് എല്ലാവരോടും ഞാൻ ചോദിക്കൂന്ന് പറയണ. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ നിനക്കറിയാലോ, ഞങ്ങൾക്ക് അധികം പൈസയൊന്നുമില്ല, വലിയ വീടില്ല, കാറില്ല, ബംഗ്ലാവ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ആത്മാഭിമാനം ഉള്ളവരാ. ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കത്തില്ല, ഇറങ്ങി പോവുള്ളൂ. അല്ല, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? എൻ്റെ അമ്മ എന്തേലും പറഞ്ഞോ, അതോ മറ്റാരെങ്കിലും എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കാം. ഈ സമയം ദേവു പറഞ്ഞു, ഞാൻ പറയാന്ന് പറയണം. ദേവു എന്ന് പറഞ്ഞ് രേവതി വിളിച്ചെങ്കിലും ദേവു ഒന്നും മൈൻഡ് ചെയ്തില്ല. അതെ, സച്ചേട്ടൻ അറിയാം അവിടെ നടന്ന എന്താന്ന്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാണ്. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതും പിന്നെ രേവതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദുശകനമാണെന്ന് പറഞ്ഞു. എല്ലാം നിലവിൾക്ക് കൊളുത്താൻ ചെന്ന സമയത്ത് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ്. എല്ലാം കേട്ട് സച്ചിക്കോട് ദേഷ്യം വന്നു. ഹോഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, വെറുതെ അല്ല നീ ഇവിടെ കരഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വാ നമുക്ക് പോയി ചോദിക്കാന്ന് പറയാം. വേണ്ട വേണ്ട സച്ചി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അങ്ങോട്ട് വരണം. കാരണം നിനക്ക് അവിടെ കയറി നിൽക്കാനുള്ള അർഹത ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ കയ്യെ പിടിച്ച് വലിക്കുക. വേണ്ട, ഞാൻ ഇനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഇനിയിപ്പം ഞാൻ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ ശ്രമിച്ചതെന്ന് അവര് പറയത്തുള്ളൂ. വെറുതെ എന്തിനാ ആ ഒരു പഴിയും കൂടെ ഞാൻ കേൾക്കണേന്ന് ചോദിക്കുക. ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരിയാ. രേവതി മോളെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തും. വെറുതെ വേണ്ട സച്ചി എന്ന് പറയണേ. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് രേവതിയെ കയ്യും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര ആദ്യമായി. ലക്ഷ്മിയമ്മയും ദേവും എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. സച്ചിയുടെ സ്വഭാവ വെട്ടെന്നും മുറി രണ്ടെന്നുള്ള സ്വഭാവ. ഈ സമയത്ത് മണ്ഡപത്തില് ശ്രുതി ആകെപ്പാടെ പരവശയായിട്ടിരിക്കുമായിരുന്നു. മീര വന്നിട്ട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇനിയിപ്പോ വരാനും പോകുന്നു തോന്നില്ല. അവൻ നിന്നെ വെറുതെ ഭീഷണിപ്പെടുത്തതായിരിക്കുന്നേ, അല്ലാതെ അവൻ ഒരിക്കലും വരില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് പേടിയുണ്ട്. എന്തിനാ ശ്രുതി നീ പേടിക്കണേ? ധൈര്യമായിട്ടിരിക്കുക, മുഖത്ത് ചിരിയൊക്കെ വരുത്തി ഇരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നു പറയാം. ഈ സമയം ശ്രുതി എന്താ രണ്ടുപേരും കൂടെ കുശൂഷിപ്പ്? ഒന്നുമില്ല എന്ന് പറയാം. ഈ സമയം കലാവതി മുത്തശ്ശി രവീന്ദ്രനോട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് രേവതിനെ കണ്ടില്ലല്ലോ, രേവതി മോൾ എന്ത് ചെയ്യും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. മണ്ഡപത്തിന് വെളിയിലേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പോഴാണ് രേവതിയുടെ കയ്യും പിടിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, നിങ്ങളല്ലേ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര സമയം ഞാൻ അന്വേഷിക്കുന്നേ, ഇതേ മുഹൂർത്തത്തിന് സമയമായെന്ന് പറയാം, അങ്ങോട്ട് വരാൻ പറയാം. പെട്ടെന്ന് കലാവതി മുത്തശ്ശിയോട് സച്ചി ചോദിച്ചു, അല്ല അച്ഛമ്മ ഇവിടെ ഉണ്ടായിട്ടാണോ ഇമാതിരിയൊക്കെ നടന്നേന്ന് ചോദിക്കും. എന്ത് നടന്ന കാര്യമാണോ നീ പറയണേ? ഞാനൊന്നും അറിഞ്ഞില്ലോ മോനെന്ന് പറയണം. രേവതിനെ അമ്മ പറഞ്ഞ എന്താണെന്നറിയാവോ? പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. ദുശകനമെന്ന് പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ടിച്ചിപ്പോ അവൾ അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണ്, അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയാം. ഈ കല്യാണം നടക്കണം വേണ്ടെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. ഇത്രയ്ക്ക് അഹങ്കാരം. രേവതി പാവായതുകൊണ്ടല്ലേ ഇങ്ങനെ രേവതി തലേ കയറി നിരങ്ങണേ. അവൾക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൈ വെച്ചോണ്ട് അമ്മാനെ വാടിക്കൊണ്ട് നടക്കുമായിരുന്നല്ലോ അമ്മ.
എന്ന് പറയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടേന്നും പറഞ്ഞു രേവതി കൈ പിടിച്ചങ്ങോട്ട് ചെല്ലുവാണ്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഓടി വന്നു. എടാ മോനെ, നീ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കണം. അച്ഛ അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. ഇതേ മോനെ, മുഹൂർത്തമായി, നിങ്ങൾ അങ്ങോട്ട് കയറി നിൽക്കാൻ പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, അച്ഛാ അതെ, കല്യാണം കുറച്ച് സമയത്തേക്ക് നിർത്തി വെക്കാൻ പറയുന്നു പറയാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു പോയി. എന്താടാ നീ പറഞ്ഞേ? കല്യാണം കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കാൻ, ആ കെട്ടിമേളമൊക്കെ അങ്ങോട്ട് നിർത്താൻ പറയാണ്. അവര് പക്ഷെ നിർത്തിയില്ല. വീണ്ടും നിങ്ങളോടല്ല നിർത്താൻ പറഞ്ഞെന്ന് ചോദിക്കുക. പെട്ടെന്ന് അവരങ്ങോട്ട് നിർത്തി. എന്താ സച്ചി ഇത്, കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. കാര്യങ്ങളൊക്കെ എന്താന്ന് ഞാൻ പറയാം. അച്ഛനറിയാവോ, രാവിലെ 4 മണിക്ക് ഏറ്റ രേവതി എഴുന്നേറ്റ് അവിടുത്തെ പണികൾ തീർത്തിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അറിയാവോ. കല്യാണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട്. അതിപ്പോ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലടാ മോനെ. എന്നിട്ടാണ് രേവതി ഇവിടെ വന്നിട്ട് ദുശകനമാണെന്ന് പറയുന്നത്, അവളെ കണി കണ്ട ദോഷമാണെന്ന് പറയുന്നേ. അല്ലടാ, ഈ മഹാഭാവമൊക്കെ ആരാ പറഞ്ഞെന്ന് ചോദിക്കണം. കലാവതി മുത്തശ്ശൻ ഇത് ആര് പറയാനായിട്ട്? ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് നിന്റെ ഭാര്യ ആയിരിക്കും പറഞ്ഞേ. നിന്റെ ഭാര്യ ചന്ദ്രമതിയാ പറഞ്ഞെന്ന് പറയണം. ഒരു ഷോക്ക് ഏറ്റ പോലെ ഇപ്പൊ രവീന്ദ്രൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രവീന്ദ്രൻ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. സത്യം പറയടി, നീയാണ് രേവതി മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അതും എന്റെ മോളെ കുറിച്ച് നീയാണോ പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, അതിലിപ്പോ എന്താ തെറ്റിരിക്കുന്നേ? ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ദോഷമല്ലേ? അത് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതത്ര തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, ഇത്ര വൃത്തികെട്ട മനസ്സായി പോയില്ലോടി നിന്റെ. പാവം എന്റെ കുട്ടി രാവിലെ തൊട്ട് ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന. എന്നിട്ടോ നീയൊക്കെ ഇങ്ങനെ പെരുമാറോളെന്ന് അറിയാം. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സൈസാടി നീയൊക്കെ. നിന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാന്ന് പറയാം. പിന്നീട് ചന്ദ്രമതി, ഞാൻ പറഞ്ഞാലല്ല എന്താ തെറ്റിരിക്കുന്നേ? അവൾ ആ കുടുംബത്തിലേക്ക് ആര് വന്നതിന് ശേഷമല്ലേ സച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന കാറ് നഷ്ടപ്പെട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതിന്റെ പേരില്. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ അമ്മ അതിനകത്ത് കയറി പിടിക്കണ്ട. രേവതി ഉള്ളതുകൊണ്ടാ ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നേ. അന്ന് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ രേവതി വന്ന് കയ്യെ കാലെ ആ മാടത്തിന്റെ പിടിച്ചോണ്ടാ ആ മാടം വിളിച്ചു പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ജയിലിൽ തന്നെ കിടക്കേണ്ട വന്നേനം. അറിയാലോ എന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ശ്രുതിയോടാട്ടാ പറയണേ. നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നീ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കുക. നിന്റെ അമ്മ രേവതിയുടെ മാപ്പ് പറയുകയാണെങ്കിൽ വിവാഹം നടക്കുമെന്ന് പറയണേ. ശ്രുതി പറഞ്ഞു, നിനക്ക് എന്നെ തലയ്ക്ക് പ്രാന്തണ്ടോ? നിന്റെ മനോനില തെറ്റിയോന്ന് ചോദിക്കാം. അതേടാ, എന്റെ മനോനില തെറ്റിയതാ. നീ എന്റെ മനോനില തെറ്റിച്ചിരിക്കുന്നേ. അതുകൊണ്ട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണമെങ്കിൽ, മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ നീ മാപ്പ് പറയാണ്. ഇത് കേട്ടതും ശ്രുതി, അതിന് എന്നെ കൂടെ പറ്റില്ല അമ്മ, അതും പറയാനും പോകുന്നില്ല. നീ വേറെ പണി ഉണ്ടാന്ന് നോക്ക്. ഈ കല്യാണം നടക്കും, ഞാനും ശ്രുതിയും നമ്മളെ വിവാഹം നടക്കും. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലും. എന്ത് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോനെ, വിവാഹം എല്ലാം നല്ലൊരു കാര്യം നടക്കല്ലേ. ആ സമയത്ത് വെല്ലുവിളിയും കാര്യങ്ങളും ഒന്നും വേണ്ട. അച്ഛനൊന്നും മിണ്ടായിരിക്കുക. ഇവന്റെ അഹങ്കാരം ഉണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല പറയില്ല എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് അവനെ ആദ്യം എടുത്തു കളയണം. പോരാത്ത എൻ്റെ അമ്മ അവര് പറയട്ടെ, രേവതിയുടെ മാപ്പ് പറയട്ടെ, എന്നെങ്കിലും ഈ വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം. ശ്രുതി പറഞ്ഞു, വിവാഹം നടക്കൂലെന്ന് കാണിച്ചു തരാം. കാരണം നീയൊക്കെ എന്ത് പറഞ്ഞു പറഞ്ഞാലും ശ്രുതി എന്റെ അരികിലുണ്ട്. അതുകൊണ്ട് വിവാഹം നടക്കൂന്ന് പറയാണ്. സച്ചി നോക്കിയിട്ട് വിവാഹം നടക്കൂല്ലേ, അന്ന് ഞാൻ കാണിച്ചു തരാം വിവാഹം നടക്കൂല്ലയോ എന്ന്. ഈ സച്ചി ആരാ നീയൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം, അവിടെ താലി വെച്ചിട്ടുണ്ടായിരുന്നു. ആ താലി ഇങ്ങ് ചാടി കയ്യിലെടുക്ക് എടുക്കൂടാ. അതൊരിക്കലും പ്രതീക്ഷിച്ചല്ല ശ്രുതിയും ചന്ദ്രമതി ഒന്നും. എടാ നീ എന്താടാ കാണിക്കണേന്ന് ശ്രുതി ചോദിക്കുക. എന്താ കാണിച്ചത് കണ്ടില്ലേ? താലി ഉണ്ടെങ്കിലല്ലേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുള്ളൂ. ഇനി നീ എങ്ങനെ താലി കിട്ടുന്നു കാണട്ടെ, കെട്ടറാ താലി എന്ന് പറയണം. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി അമ്പരന്നിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരാം കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.